പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ വിശുദ്ധ വലിയ നോമ്പിൻ്റെ 32-ാം ദിവസത്തിലേക്കാണ് ദൈവഹിതപ്രകാരം നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വേളയിൽ വീണ്ടും നമ്മൾ ഒരുമിച്ച് ഒരു ധ്യാന ചിന്തയ്ക്കായി ഇന്നേ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യമാണ്. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളായിരിക്കരുത്. സർവഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിങ്കൽ നിന്ന് കേട്ടിരിക്കുന്നു എന്ന തിരുവചനമാണ്. ഈ വിശുദ്ധ നോമ്പ് യാത്ര ശരീരത്തിൻ്റെ മാത്രം ഉപവാസമല്ല, ഇത് ആത്മാവിനെ ഉണർവാണ്. ഈ വിശുദ്ധ നോമ്പ് യാത്ര നമ്മെ ഗൗരവമുള്ള ഒരു സത്യത്തിലേക്ക് നമ്മെ വിളിച്ചടുപ്പിക്കുകയാണ്, ഒരു പരിവർത്തനത്തിലേക്ക്. ഈ വചനത്തിൽ യെശയ്യാ പ്രവാചകൻ നമ്മോട് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. നമ്മൾ പരിഹാസികളായിരിക്കരുതോ എന്നും ദൈവത്തിൻ്റെ വിളിയെ നാം ഒരിക്കലും ലഘുവായി കാണരുതോ എന്നും. ഈ വിശുദ്ധ നോമ്പ് കാലത്ത് നമ്മൾ പലപ്പോഴും ദൈവവചനം കേൾക്കും, പക്ഷേ അത് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഈ വചനം നമ്മോട് ആദ്യം സംസാരിക്കുന്നത് നമ്മൾ പരിഹാസികളായിരിക്കരുത് എന്നാണ്. നാം പരിഹാസിയായാൽ അതൊരു ആത്മീയ അപകടമാണ്. പരിഹാസം എന്നത് വെറും ചിരിയല്ല. ദൈവത്തെ നിരാകരിക്കൽ, ആത്മീയ കാര്യങ്ങളെ നിരാകരിക്കൽ, പാപത്തെ ചെറുതായി കാണൽ എന്നിവയാണ്. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അങ്ങനെയാണ് നാം അവിടെ കാണുന്നത്. ഇന്ന് ലോകം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാം സാധാരണമാണ്, പാപം വലിയ ഒരു പ്രശ്നമല്ല, ദൈവം കഠിനമായ ഒരു വിധികർത്താവുമല്ല എന്ന രീതിയിലാണ്. പക്ഷേ ദൈവവചനം നമ്മോട് പറയുന്നു, ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. ഈ ധ്യാന തിരുവചനത്തിൽ പറയുന്ന സംഹാരം അത് ദൈവന്യായത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഈ സംഹാരം എന്ന വാക്ക് ഒരുപക്ഷെ നമ്മെ ഭയപ്പെടുത്താം, പക്ഷേ അതൊരു നാശത്തിൻ്റെ സന്ദേശമല്ല, അതൊരു മുന്നറിയിപ്പാണ്. അതൊരു മുന്നറിയിപ്പിൻ്റെ സന്ദേശമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് അവിടെ നാം കാണുന്നത്. ദൈവം ശിക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ദൈവം നിന്നെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നീതി അവൻ്റെ സ്വഭാവമാണ്. വചനം പറയുന്നു, നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് എന്നാണ്. എന്താണ് ഈ ബന്ധനങ്ങൾ? അതാണ് പാപത്തിൻ്റെ ശീലങ്ങൾ, അഹങ്കാരം, ക്ഷമിക്കാത്തൊരു മനസ്സ്, ലോകസ്നേഹം. ഇവയെല്ലാം ബന്ധനങ്ങൾ തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനെന്നാണ്. ഈ വിശുദ്ധ നോമ്പ് നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ സ്വതന്ത്രനാണോ അല്ലെങ്കിൽ ബന്ധനങ്ങളിൽ കുടുങ്ങിപ്പോയവനാണോ? ഈ വിശുദ്ധ നോമ്പ് മോചനത്തിലേക്കുള്ള ഒരു വഴിയാണ്. അതിനായിട്ടാണ് ഈ വിശുദ്ധ നോമ്പ് സഭ കൽപ്പിച്ചാക്കിയിട്ടുള്ളത്. നോമ്പ് നമ്മെ ശിക്ഷിക്കുവാനല്ല, മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്. എന്തിൽ നിന്ന്? നിന്റെ പാപ ശീലങ്ങളിൽ നിന്ന്, നിന്റെ അഹങ്കാരത്തിൽ നിന്ന്,
നിന്റെ ക്ഷമിക്കാത്ത മനസ്സിന്റെ പുനർനിർമ്മാണത്തിനായിട്ട് നിന്റെ ലോക സ്നേഹം ഉപേക്ഷിച്ച് ദൈവസ്നേഹത്തിൽ തന്നെ ആശ്രയം വെച്ചൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ടി നിന്നെ ക്ഷണിക്കുകയാണ് ഈ വിശുദ്ധ നോമ്പ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ പറയുന്നത്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. അങ്ങനെയാവണം നമ്മുടെ ഉപവാസം, അങ്ങനെയാവണം നമ്മുടെ നോമ്പ്. അതാണ് നാം ഇവിടെ കാണുന്നത്. ഈ വിശുദ്ധ നോമ്പിലൂടെ നാം ആ ബന്ധനങ്ങൾ പൊട്ടിക്കണം. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, അവയിലൂടെ കടന്ന് നാം ആ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിയണം. ഹൃദയത്തിന്റെ കഠിനത എന്ന് പറയുന്നത് വലിയ അപകടകരമാണ്. പരിഹാസികൾ ആയിരിക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം കഠിന ഹൃദയമാണ്. എബ്രായർക്കെഴുതിയ ലേഖനത്തിന്റെ 3 അധ്യായത്തിന്റെ 35 വാക്യം നാം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുതോ എന്നാണ്. ദൈവം ഇന്നും നമ്മോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ നാം കേൾക്കുന്നുണ്ടോ? മാനസാന്തരം രക്ഷയുടെ വാതിലാണ്. പ്രിയരെ, ഈ ധ്യാനത്തിന്റെ ഹൃദയം ഇതാണ്, മാനസാന്തരം. അപ്പോസ്തല പ്രവൃത്തികൾ 3 അധ്യായത്തിന്റെ 19 വാക്യം പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞുകിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാനസാന്തരം എന്നാൽ നമ്മുടെ തെറ്റുകൾ അംഗീകരിക്കലാണ്, ദൈവത്തിലേക്കുള്ള മടങ്ങി വരവാണ്, നമ്മുടെ ജീവിതം മാറ്റുന്ന ഒരനുഭവമാണ്. ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സമയം പരിമിതമാണ്. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീനെന്നാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 24 അധ്യായത്തിന്റെ 44 വാക്യം പറയുന്നത്. ഈ വിശുദ്ധ നോമ്പിന്റെ 32 ദിവസമായി ഇന്ന് നാം ചിന്തിക്കുക, ഞാൻ ദൈവത്തെ ഗൗരവമായി കാണുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ പാപബന്ധനങ്ങളുണ്ടോ? ഞാൻ മാനസാന്തരത്തിലാണോ? പ്രിയ സഹോദരങ്ങളെ, ഈ വിശുദ്ധ നോമ്പ് ഒരവസരം നൽകുന്നു. പരിഹാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, ബന്ധനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവൻ വരെ. ഇന്നേ ദിവസം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ മൃദുവാക്കണമേ, ഞങ്ങളെ പരിഹാസികളിൽ നിന്ന് രക്ഷിക്കണമേ, പാപ ബന്ധനങ്ങളിൽ നിന്ന്, അതിൻ്റെ വഴികളിൽ തമ്പുരാനെ അടിയങ്ങൾ നടക്കുവാൻ ദൈവമേ ഞങ്ങളെ അനുവദിക്കരുതേ. ആ പാപബന്ധനങ്ങളിൽ അകപ്പെടാതെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.